സോ ഹലോ ഗൈസ്, എഗെയിൻ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ GTA 5 ഗെയിം പ്ലേ വീഡിയോ ആയിട്ടാണ് ഗൈസ്. പിന്നെ ഗൈസ്, ഇതുവരെയിട്ട് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ താങ്ക് യു. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ GTA 5 പാർട്ട് 3 വീഡിയോസാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ അടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ടോട്ടലി നമുക്കൊരു $5 million ഗൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ആലോചിച്ചപ്പോൾ നമുക്ക് $5 million കൊണ്ട് ഒന്നും ആവാനില്ല ഗൈസ്. നമുക്ക് ബിസിനസ്സൊക്കെ തുടങ്ങണമെന്നൊക്കെ ഉണ്ട്, ബട്ട് നമ്മുടെ കയ്യിൽ പൈസ കുറവാണ് ഗൈസ്. $5 million നല്ലൊരു ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. തുടങ്ങാൻ പറ്റും, പക്ഷെ നല്ലൊരു ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. പിന്നെ നമ്മുടെ സുപ്ര കാറ് നമ്മൾ റോബ് ചെയ്തത്, വണ്ടി ഒന്ന് മോഡിഫൈ ചെയ്യാൻ കൊടുത്തേക്കാണ് ഗൈസ്. അടുത്ത വീഡിയോയിൽ എന്തായാലും വരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ GTA 5 ഒരു ഇല്ലീഗൽ ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, നിങ്ങൾ തമിഴിൽ കണ്ട പോലെ നമ്മളിന്ന് ഒരു ഹണ്ടിങ്ങിന് പോവുകയാണ് ഗൈസ്. അതായത് വന്യമൃഗ ജീവികളെ വേട്ടയാടി നമ്മൾ ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കാൻ പോകുന്നു ഗൈസ്. എന്താവുന്നറിയില്ല, പോലീസ് പിടിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല, ബട്ട് നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. ആദ്യം ഗൈസ്, നമുക്ക് ഒരു വലിയൊരു പിക്കപ്പ് പോലത്തെ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ ഒക്കെ ഉള്ളൊരു പോലത്തെ ഒരു വണ്ടി നമുക്ക് വേണം ഗൈസ്. നമ്മളതിനെ ക്യാരി ചെയ്ത് കൊണ്ട് കൊടുക്കണമല്ലോ. അതിന് നമുക്ക് എന്തായാലും അങ്ങനെ ഒരു ഇത് വേണം. അപ്പം നമുക്ക് ആദ്യം ആ ഒരു വണ്ടി എവിടെന്നെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്കണം. അല്ലെങ്കിൽ ഗൈസ്, ആരെങ്കിലും റോഡിൽ കൂടെ പോകണമെങ്കിൽ നൈസായിട്ട് അങ്ങനെ തട്ടിയെടുക്കുക. ചേട്ടാ ഒന്നിറങ്ങോ ഗൈസ്, നമുക്കൊരു വണ്ടി കിട്ടിയിട്ടുണ്ട്. ഈ വണ്ടി മതി ഗൈസ്. നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് എവിടെയായിരിക്കും ഉണ്ടാവുക മൃഗങ്ങളൊക്കെ കിട്ടാൻ ഗൈസ്? എനിക്ക് തോന്നുന്നു നമ്മുടെ ചില്യാട് മൗണ്ടൈൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് കിട്ടുമെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകണം, ബട്ട് ഇതും കൊണ്ട് പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ. ബട്ട് ഗൈസ്, നമ്മൾ വെറുതെ കൈ വെച്ച് പോയിട്ട് കാര്യമില്ലല്ലോ, ഗണ്ണ് വേണം. ഓ മൈ ഗോഡ്, നമുക്കെന്നാൽ പോയി ഗണ്ണ് വാങ്ങട്ടെ. ചേട്ടാ ഒരു ഗണ്ണെടുത്തോ? ഒരു ഗണ്ണല്ല, അതെ ചേട്ടോ, ഒരു ഫുള്ള് കടയിലുള്ള എല്ലാ ഗണ്ണും എടുത്തോ. എത്രയാവും നിങ്ങൾ പറഞ്ഞാൽ മതി. ഓടെ കടയിലെ ഗണ്ണെല്ലാം കൂടെ കൂട്ടി, അന്ന് നീ ഒരു ഗണ്ണ് വാങ്ങിച്ചില്ലേ, അതും കൂടി കൂട്ടി എല്ലാം കൂടി ഒരു $80,000 നമുക്ക് അങ്ങോട്ട് വാങ്ങാം. ഓക്കെ എടുത്തോ. കിട്ടി ഗീസ്. നമ്മൾ എല്ലാ വെപ്പണും വാങ്ങിച്ച് $80,000. നമ്മൾ ഇനി നമുക്ക് നേരെ ചില്യാട് മൗണ്ടൈനിലേക്ക് പോവാം. ഗൈസ്, ഇവിടുത്തെ വഴിയൊക്കെ സ്മൂത്താണ്, ബട്ട് ഗൈസ് ഇവിടെ തൊട്ടാണ് നമ്മൾ ഓഫ് റോഡ് ട്രക്കിങ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. എൻ്റെ മോനെ ഗൈസ്, ഇതൊക്കെ കയറുമെന്നറിയില്ല ഗൈസ്. പകുതിക്ക് വെച്ച് നിന്നോന്ന് എനിക്ക് നല്ല പേടിയുണ്ട് ഗൈസ്. എവിടെയെങ്കിലും ഇടിച്ചു നിന്നാൽ പിന്നെ മുമ്പിലോട്ട് വലിയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഒറ്റ ശ്വാസത്തിലാണ് കയറി പോകുന്നത്. അയ്യോ ഗൈസ്, ഇത് കയറൂല. കയറോ? കയറി ഗൈസ്. ഈ മാപ്പ് നമ്മളെ വഴിയേറ്റിക്കാണ്ടോ? ഇച്ചിരി നേരത്തെ പറഞ്ഞതല്ല ഇപ്പൊ വീണ്ടും പറയുന്നത്. ലോക പൊട്ടനാണ്. ഓ ഗൈസ്, ദേഷ്യം വരുന്നു. ഓ മൈ ഗോഡ് ഗൈസ്, ഈ വഴിയാണ് ഗൈസ് നമുക്ക് പോകേണ്ടത്. എൻ്റെ പൊന്നി ഗൈസ്, ഇതും കൊണ്ട് വണ്ടി കയറൽ ശരിയാവൂല ഗൈസ്. ഒരു തോക്ക് നമ്മൾ ഒരു മുൻകരുതലിന് കയ്യിൽ പിടിച്ചേക്കാം. എന്തെങ്കിലും റോട്ടിൽ വെച്ച് കണ്ട ആ സ്പോട്ടിൽ നമുക്ക് വെടിവെച്ച് ആയി പൊളിച്ച് വണ്ടി കയറണില്ല. ഗൈസ്, ഇത് പണിയാണ് കേട്ടോ. ഫുള്ള് ഇറക്കിയിട്ട് ഒറ്റ സ്ട്രെച്ചിൽ കയറേണ്ടി വരുമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. പ്ലീസ്. ഇതാണ് ഇത്തിരി കൂടി സേഫ് ഗൈസ്. അതൊന്നും കയറണം കൂടി.
ഇതും ഒറ്റ സ്ട്രെച്ചിൽ വരണം. 3, 2, 1 സ്റ്റാർട്ട്. കയറുക. ഓക്കെ ഗൈസ്, ഇവിടെന്നെങ്കിലും വല്ല മൃഗങ്ങൾ കാണുമെന്ന് നോക്കണം ഗൈസ്. അയ്യോ, ഇത്ര സ്പീഡ് വേണ്ട. ഗൈസ്, ഇത് ഏത് വഴിയാ ഗൈസ്? ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ കൂടെ ഒക്കെ തന്നെ, ഈ സിറ്റി തന്നെ ആദ്യമായിട്ട് ആയിക്കോളൂ ഇതുപോലെ ട്രക്കിനൊക്കെ ഗൈസ് ഇവിടെ തന്നെ. ഗൈസ്, നമുക്ക് ഇനി എന്താ ചെയ്യാ? ഗൈസ്, ഇവിടെയെങ്കിലും ഒരു മൃഗത്തിനെ പോലും കാണുന്നില്ല കേട്ടോ ഗൈസ്. നമ്മള് വണ്ടിയുടെ ഫ്രണ്ടൊക്കെ പൊളിഞ്ഞു. പൊളിച്ച് വണ്ടിയുടെ ഇഷ്ടത്തിന് പോയേ. ഇനി ഒന്നേ ചെയ്യാനുള്ളൂ, വണ്ടി ഇവിടെ ഒതുക്കിയിട്ട് നമുക്ക് നടക്കാം, അത്രേ ചെയ്യാനുള്ളൂ ഗൈസ്. അതി കയറില്ലേ, റോട്ടി കയറ്. തോട്ടിൽ പോയി, റോട്ടിലല്ല ഗൈസ്, തോട്ടിലാണ് പോയത്. ഫ്രണ്ടിലോട്ടും ഇല്ല ബാക്കിലോട്ടും ഇല്ല, പൊളിച്ച്. ഓക്കെ, കയറണ്ട്. ഓ മൈ ഗോഡ് ഗൈസ്. നമുക്ക് ട്രക്ക് കൂടെ ഒതുക്കിടാം ഗൈസ്. ഓക്കെ, ട്രക്ക് കൂടെ കിടന്നോട്ടെ. ഇതിൽ കൂടി ഇനി വേറെ വണ്ടിയൊന്നും വരില്ല. എല്ലാ മൃഗങ്ങൾ കാണുമെന്ന് അറിയില്ല. നമ്മുടെ അടുത്ത് കണ്ണെല്ലാം ഉണ്ട്, പേടിക്കാനൊന്നുമില്ല. വല്ല കടുവയും പുലിയും പിടിക്കാതിരുന്നാൽ മതി. 2 hours later. ഗൈസ്, ഇവിടെ ഒന്നും ഇല്ലാട്ടോ ഗൈസ്. ഇവിടെ ഒന്നും കാണുന്നില്ല. നെൽത്തെല്ലാം ഉണ്ടോ ഗൈസ്? അടിയിൽ കൊക്കയുണ്ട് ഗൈസ്. ഇവിടെ നിന്നൊക്കെ വീണാ തീർന്നു ഗൈസ്. അടിയിൽ കൂടെ വെള്ളം പോകുന്നുണ്ട് ഗൈസ്. ആ ഭാഗത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല ഗൈസ്. നമുക്ക് എന്തായാലും താഴോട്ട് പോയി നോക്കണം. താഴെ ഗൈസ്, അവിടെ താഴെ കൂടി ഒരു വെള്ളം ഒഴുകുന്നുണ്ട് ഗൈസ്. അപ്പോൾ താഴേന്ന് വല്ലതും, അതായത് നമുക്കിവിടെ ഒന്ന് സ്കോപ്പ് ഇട്ട് നോക്കാം ഗൈസ്. ഇവിടെ താഴെ എന്തെങ്കിലും വെള്ളം കുടിക്കാനോ ഗൈസ് അങ്ങനെ ഒന്നും. ഞാൻ പറഞ്ഞു ഗൈസ്, അയ്യോ രക്ഷപ്പെട്ടു. അയ്യോ, തൊട്ട് ബാക്കില്. അയ്യോ, ഓടല്ലേ. ഓക്കെ, 2 റൺ കിട്ടി. എന്റെ മോനെ കോളടിച്ച് ഗൈസ്. ഓ ഗൈസ്, ഓക്കെ, ഈ വഴി നമുക്ക് വണ്ടി കൊണ്ടുവരാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. നമ്മൾ ഒരു വിധത്തിൽ ഇവിടം വരെ എത്തിച്ച്. ഇനി എന്ത് ആവുമെന്നറിയില്ല ഗൈസ്. എന്നിട്ട് ഗൈസ് ഇവിടെ നിന്നൊക്കെ ഒരൊറ്റ സ്ട്രെച്ചിൽ കയറേണ്ടി വരും ഗൈസ്. സോ അതാണ് പണിയാകെ. ഓക്കെ ഗൈസ്, ഇവിടെ നിന്ന് പോവാം. ഓക്കെ, പോട്ടെ ഗൈസ്. ഇവിടുത്തെ മണ്ണിൽ കിടന്ന് കറങ്ങണ് ഗൈസ് ടയറ്. ഗൈസ്, ഈ വണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. ഞാൻ പോയിട്ട് എന്നാലേ അതിന് 2 എണ്ണം ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വരട്ടെ. നമുക്ക് അത് ഇവിടെ കൊണ്ടുവന്നിടാം, എന്നിട്ട് നമുക്ക് വണ്ടിക്ക് വെച്ചാൽ. ഞാൻ പോയി ഒന്ന് എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ. അതിന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് ഇനി എൻ്റെ വണ്ടിക്ക് എത്തണം. വണ്ടിക്ക് വെച്ചിട്ട് നമുക്ക് താഴോട്ട് തന്നെ പോകണം ഗൈസ്. നമുക്ക് എന്തായാലും ഇനി ഇത് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, 2 എണ്ണത്തിനടുത്ത് വണ്ടിക്ക് വെച്ചിട്ട് ഗൈസ്. 1 മിനിറ്റ്.